എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. വിശേഷം കാര്യങ്ങൾ എന്ന് ഇന്നത്തെ ഒരു നല്ല അടിപൊളി ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഓക്കെ, ചെയ്യാത്തവരുടെ കാര്യമാണ് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പല്ലിന് വേണ്ട ഒരു സംരക്ഷണത്തെ പറ്റിയാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ രാവിലെ അമ്മമാർ ഏറ്റവും വലിയ ബഹളമാണ്, പല്ല് തേരെ കുളിക്കുക, അത് ചെയ്യ് ഇത് ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളില്ലാത്ത ബഹളമായിരിക്കും വീട്ടിൽ, ഇല്ലേ? എനിക്കങ്ങനെയാണ് കേട്ടോ. എൻ്റെ അവസ്ഥയൊക്കെ അങ്ങനെ. എൻ്റെ പിള്ളേരൊക്കെ ഇത്രയും വലുതായെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നേരം വെളുക്കുമ്പോൾ എനിക്ക് കുഞ്ഞായിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ അനുസരിക്കുവാനും തോന്നി. വലുതായി കഴിയുമ്പോഴത്തേക്കാണ് അവരുടേതായ കുറേ രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർ പിന്നെ നമ്മളെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പല്ല് തേരെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നായിരിക്കും പല്ലൊക്കെ തേച്ച് ചിറങ്ങുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പല്ല് അഴുക്ക് ക്ലാവ് പിടിച്ചിരിക്കും, പല്ല് ഇതിനകത്ത് കേടുവരും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും, പല്ലുവേദന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ. അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഏറ്റവും ഇതായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ അടുക്കളയിലുള്ള രണ്ട് സാധനങ്ങൾ മതി. ഇച്ചിരി ഉപ്പുപൊടി എടുക്കുക, അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ നല്ല വെളുന്ന ഉപ്പുപൊടിയും വെളിച്ചെണ്ണയും കൂടെ ചാരിച്ചെടുക്കുക. എടുത്തേച്ച് നമ്മുടെ വിരലുകൊണ്ട് തേക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ തേക്കുക. അതല്ല അവർക്ക് വിരലുകൊണ്ട് തേക്കാൻ ഇഷ്ടമല്ല, ബ്രഷ് കൊണ്ടാണേലും തേച്ചാൽ മതി. അങ്ങനെ തേച്ചതിന് ശേഷം നിങ്ങൾക്ക് പേസ്റ്റ് ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപ്പ് രസമൊക്കെ ഇതായിട്ട് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ അങ്ങനെ വേണ്ടെന്നുള്ളവർക്ക് ഒന്ന് ആ പേസ്റ്റ് ഇട്ടാണെങ്കിലും രണ്ടാമത് തേച്ച് കളയാം. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പല്ലുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് പല്ലുവേദനയായി, ആ വേദനയായി, ഈ വേദനയായി, മൊത്തത്തിൽ വേദന. പല്ലുവേദനയൊക്കെ വന്നാൽ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. എവിടാ വേദനയും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. അപ്പം വീട്ടിലുള്ളവർക്കൊക്കെ അമ്മമാർ ആഴ്ചയിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പല്ലിന് ഇങ്ങനൊരു ഇത് ചെയ്യുവാണെങ്കിൽ, ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ പല്ല് വരുന്ന കേട് കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. മാറിവെച്ച ഒരു പരിധി വരെ നമുക്കങ്ങനെ അത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു ഇച്ചിരി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കാണിച്ചെടുക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ രാവിലെ നല്ല വെയിലാണ്, ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. അതുകൊണ്ടൊക്കെ ഇന്നലെയൊക്കെ നമ്മൾ ഓരോ ഉണക്കലും എടുക്കലും ഒക്കെ ആയിട്ട് എല്ലാ വീട്ടിലും അത് തന്നെയാണ് സ്ഥിതി. ഇത്രയും ദിവസം മഴയായിട്ട് നിന്നേച്ചിപ്പോൾ 2 ദിവസത്തേക്ക് ചെറിയൊരു വെയിൽ വന്നൊക്കെ. ഇന്നും വെയിലുണ്ട്, പക്ഷേ രാവിലെ ഒന്നും ഇവിടെ പെയ്ത് കഴിഞ്ഞേച്ചാണ് ഇപ്പോൾ അടുത്ത കാര്യങ്ങളിലേക്കൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സ്കൂൾ തുറന്ന് വീട്ടമ്മമാർക്ക് ഇരിക്കാൻ നേരം കാണത്തില്ല. ഇനി ഓരോന്നും ജോലി ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ചിലർ വന്നിച്ച് പറയും വീട്ടിൽ എന്നെ അതിന് മാത്രം ജോലി, അത് ചെയ്തത്. വീട്ടിൽ ജോലി ചെയ്യുന്നവർക്ക് നോക്കുന്നതെല്ലാം ജോലിയാണ്. കാര്യം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി ഇഷ്ടം പോലെ കാണും ഒരു സൈഡിൽ നിന്ന് ചെയ്യാനായിട്ട്. അതെല്ലാം ചെയ്തൊന്ന് ഉച്ചയ്ക്കെല്ലാം ഒന്ന് കഴിഞ്ഞൊന്ന് ഇരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും 4 മണിക്കത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്നത്. അന്നേരത്തേക്ക് പിള്ളേർ വരും, പിന്നെ അവരുടെ പുറകെയായി, അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞുങ്ങളുടെ പല്ലിൻ്റെ കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി, നല്ല വ്യത്യാസമായിട്ട് വരും. പല്ലയിലൊക്കെ കറയൊക്കെ പിടിച്ചിരിക്കുന്നത്, ചില കുഞ്ഞുങ്ങളുടെയൊക്കെ പല്ല കറ പോലെ കാണും, അത് പോക്കോളും. പിന്നെ അതുപോലെ തന്നെ പല്ലിൽ ക്ലാവ് പിടിക്കുന്നതിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ക്ലാവ് പിടിക്കുന്നതിന് നമ്മൾ തുടക്കത്തിൽ ചെയ്ത് കൊടുക്കാമെങ്കിൽ പെട്ടെന്ന് അങ്ങ് മാറിക്കോളും. ഒത്തിരി വായിക്കാത്ത ക്ലാവൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും ഒന്ന് മാറിക്കിട്ടാനായിട്ട്. തുടക്കത്തിലേ ആണെങ്കിൽ പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ദന്തലിൻ്റെ ഒക്കെയാണേ. അപ്പം നമുക്ക് ബാക്കി കുറച്ച് വിശേഷങ്ങളും കൂടെയൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാവേ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ 12ൻ്റെ 6 9ൻ്റെയൊക്കെ ഒരുപാട് ഞാൻ ആ ഇട്ട വീഡിയോ എല്ലാം കൂട്ടി കുഴച്ച് തന്നെയാണ് എന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പം എന്നതാ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിച്ചേക്കെന്ന് വെച്ചാൽ അത് പറഞ്ഞ് വേണം ചോദിക്കാൻ കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എന്നോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്. അത് എന്നാന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല നിങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് പലതിനും കമൻറ്റ് എനിക്ക് കൃത്യമായിട്ട് തരാൻ പറ്റാത്തത്. ചിലതിന് സ്റ്റിക്കർ മാത്രം കൊടുത്തേച്ച് പോരുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമുണ്ട്, 7 മണിക്ക് ശേഷം 12 എഴുതിയോണ്ട് കുഴപ്പമുണ്ടോ? അത് അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, രാവിലെ 6 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് അതിനുള്ള സമയം എന്നുള്ളത്. പിന്നെ അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ചോദിച്ചേക്കുന്നത് 6 9 ദിവസവും എഴുതണോ, എത്ര മണിക്കൂർ എഴുതണം? അതും ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് ആരും വീഡിയോ ഫുള്ളായിട്ട് കാണത്തില്ല കേട്ടോ. കുറച്ച് കണ്ടതിന് ശേഷം പിന്നെ അവരുടെ സംശയങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്നാന്നുള്ളത്. ഞാനാണെങ്കിൽ എല്ലാത്തിനകത്ത് വിശദീകരിച്ചാൽ പറയുന്നത്. അതിന് തന്നെ എന്നെ എല്ലാവരും പറയുന്നുണ്ട്, ഇത്രയും നീട്ടി പറയേണ്ട കാര്യമുണ്ടോ, കുറച്ച് പറയുന്നു. പക്ഷേ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ആ കമൻറ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം, അത്രയും ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടും അതിനകത്ത് സംശയങ്ങളാണ് എല്ലാവർക്കും. അത് സ്വാഭാവികമാണ്, സംശയങ്ങൾ അതെനിക്കാണേലും ഉണ്ടാകും. എല്ലാ മനുഷ്യർക്കും സംശയങ്ങൾ, ഒരു കാര്യം പറയുമ്പോൾ അതിനെന്തെങ്കിലും ഡൗട്ടുകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് വിശേഷങ്ങളൂടെ കണ്ടുവച്ച് വീഡിയോ അവസാനിപ്പിക്കാതെ. മഴയൊക്കെ മാറിയും തോന്നുന്നു കേട്ടോ. ഇന്നലെ നല്ല വെയിലായിരുന്നു, ഇന്നും
നല്ല നീലാകാശമൊക്കെയാണ്. ഇത് കണ്ടോ, മഴ പെയ്ത് കഴിഞ്ഞുള്ള ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോവൽ പെട്ടെന്ന് അങ്ങ് പോകും കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം മുഴുവൻ പോവും. വേണ്ട, എല്ലാം വലിഞ്ഞ് പറഞ്ഞ് താഴെ കിടപ്പുണ്ട്. കോവൽ തന്നെയല്ല, പച്ചക്കറി എല്ലാം പോകും. പച്ചമുളക് മാത്രം നമുക്ക് നല്ല ഇതായിട്ട് നിൽക്കും കേട്ടോ. പച്ചമുളക് വഴുതനയൊക്കെ കണ്ടോ, മുഴുവൻ പോയി. ഇനി അത് പൊട്ടിക്കിളുത്തൊക്കെ വരണം. ഇതും പോയി കേട്ടോ, നിത്യവഴുതനയുടെ. നിത്യവഴുതനയുടെ അതിൻ്റെ ചൂടൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അത് പോയി. ഇനി ചേനയിൽ പുഴു ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇല മുഴുവനും തിന്നുക. ഇതെല്ലാം എവിടെയെങ്കിലും കാണും. അതേ ഇരിക്കുന്നു കണ്ടോ. ഇതെല്ലാം ഇല മുഴുവനും ഈ പരുവാക്കിയത് വേണ്ട ഈ ഒരു ചേട്ടനാണ് കണ്ടോ. ഒത്തിരി കണ്ട് മുഴുവൻ കഴിഞ്ഞ ദിവസം ഓർത്തി ചേനയുടെ ഇല തന്നെ ഇങ്ങനെ വരുന്നതെന്ന്. ഒരാളെ ഉള്ളോ നോക്കട്ടെ, അതോ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടോ നോക്കട്ടെ. ഒരാളേ ഉള്ളൂ. ഒരാൾ കാണിച്ചു വെച്ച പരിപാടിയാണ് ഇതുപോലെ. നമ്മുടെ ചാക്കിനകത്ത് നട്ടു കേട്ടോ. ഇതും ഒരെണ്ണം നട്ടു, ഇവിടെ ഒരെണ്ണം നട്ടു. ഇത് നമ്മുടെ താമരക്കണ്ണൻ ചേമ്പ്. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അകത്തോട്ട് കയറട്ടെ. അച്ചു മകൾ എങ്ങോട്ട് പോവാണ്? സ്കൂളിൽ. ഇപ്പോൾ 6 ചുരിദാർ ഇട്ടേക്കുന്നത് എല്ലാം എൻ്റേതാണ് കേട്ടോ. എല്ലാം അടിച്ച് അവൾക്ക് ലോഹം മാതിരി കിടന്നാലും ഉണ്ടല്ലോ, അവൾ അത് ഇട്ടുകൊണ്ടേ പോകത്തുള്ളൂ. സ്വന്തമായിട്ട് അവൾക്ക് ഒന്നും ഇടാനിട്ടില്ല. എൻ്റെ 10 പൈസ ഇല്ല മോളെ. 10 രൂപ എങ്ങാനും കാണാതേ ഉള്ളൂ. ഇന്നെന്തിനാ പൈസ? മോന് കൂടുതലൊന്നും കൊടുക്കുന്നില്ല. മോനും അച്ഛനും കൂടെ പോയേക്കുന്നത്. തിരിച്ചു വരുമ്പോൾ നീ അച്ഛനെ വിളിക്കും കേട്ടോ. അച്ഛൻ റോഡിൽ കാണും. നല്ല വെയില, കുട എടുത്തോണ്ട് പോ. ആ കുട എടുത്തോടി, മഴ പെയ്തല്ലോ. പറഞ്ഞ ഒരു വക അനുസരിക്കത്തില്ല. എൻ്റെ അച്ഛൻ സ്കൂട്ടർ ഇവിടെ ഇരിപ്പില്ല, അച്ഛൻ കൊണ്ടുപോയി. നീ ഈ വെയിൽ കൊണ്ട് മുഖം മൊത്തം കരുവാളിക്ക്. എൻ്റെ ദൈവമേ, സ്കൂളിൽ അവിടെ കഴിഞ്ഞ വർഷത്തെ പുസ്തകം കൊടുക്കാൻ പോവാണ്. ടീച്ചർ പുസ്തകം കൊണ്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചാൽ അതിന് കൊടുക്കാനായിട്ട് പോവാണ്. തിരിച്ച് വരുമ്പോൾ അച്ഛനെ ഒന്ന് വിളിക്കുക കേട്ടോ. ബായ്. അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്കായിട്ട് പോയി. ഇനി ഞങ്ങളല്ല, ഞാൻ ഇവിടെ ഉണ്ട്. കണ്ണനും അഡ്മിഷൻ്റെ ഇതിന് പോയിക്കുന്നു കേട്ടോ. കണ്ണന് +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനായിട്ട് പോയിട്ടുണ്ട്. ചേട്ടൻ അതിന് കണ്ണനെ കൊണ്ട് പോയേക്കുന്നു. അച്ഛൻ സ്കൂളിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ടാണ് അവളും പോയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.